ചേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും അറിയാവുന്ന പോലെ പോയി ഒരിടത്തോ ഒരു ഡീലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്നിടത്തോ പോയി അറിയാവുന്ന ഒരാളിനെ പോയി ചേട്ടാ ഇതിൻ്റെ ഹാൻഡിൽ എന്തോ ചേട്ടാ വളഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ബ്രേക്ക് പെഡൽ എന്തോ ചേട്ടാ മുറുകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നട്ട് ഇതല്ലല്ലോ ചേട്ടാ, അങ്ങനെ ഒരിക്കലും പറയാൻ പോകല്ലേ. നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും ആവേശം കാണിക്കല്ലേ. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. ഈ കോട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. അല്ലെങ്കിൽ യൂറോ 1 സൈലൻസറൊന്നും ഇത്രയും ഇതിലൊന്നും കിട്ടത്തില്ല. ഇത് കണ്ടോ, ഈ കോട്ടിങ് കറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. പഴയ സൈലൻസറൊന്നും ഇത്രയ്ക്ക് ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല. അതൊരു പോയിൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് നമ്മൾ വാല്യുവേഷൻ നടത്തണം ഓരോ കാര്യങ്ങളും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന നമുക്ക് എഞ്ചിനെ പറ്റി കറക്റ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോന്ന് 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. എഞ്ചിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പ്ലഗ്. ഇപ്പം നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു ഡീലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ അടുത്തോ പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേനും അവരെന്തായാലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി എങ്കിലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഈ ഹെഡിനകത്ത് വരുന്ന എല്ലാ കംപ്ലീറ്റ് 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഹെഡിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗിൻ്റെ ത്രെഡ് പ്രോപ്പറാണെന്ന് അത് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യണം. കറക്റ്റ് പ്രോപ്പറായിട്ട് പ്ലഗിൻ്റെ കറക്റ്റ് ഫിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ എയർ ലീക്കാവും, നമുക്ക് കംപ്രഷൻ ലീക്കാവും. സോറി, എയർ അല്ല, കംപ്രഷൻ ലീക്കാവും. കംപ്രഷൻ ലീക്കായി കഴിഞ്ഞാൽ പ്രോപ്പർ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടത്തില്ല. പ്രോപ്പറായിട്ട് നമുക്ക് റൈഡിങ് കംഫർട്ടോ അല്ലെങ്കിൽ മിക്കപ്പോഴും സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരിക്കും കംപ്രഷൻ ലീക്കായി കഴിഞ്ഞാൽ. പിന്നെ ഈ ഹെഡിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് വരും, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. അപ്പോൾ ഈ വാൽവിനെന്താ, ഈ വാൽവ് മിക്ക വണ്ടികളുടെയും വാൽവ് ഗ്ലേഡും മിക്ക വണ്ടികൾ എഞ്ചിൻ പണിയാണെന്ന് പറയുമ്പോഴേ ആൾക്കാർ പറയുക സിലിണ്ടർ പണിയേ ഉള്ളൂ, സിലിണ്ടർ ബോർ ചെയ്തിട്ടാൽ മതി. നിങ്ങളിത് ഉദ്ദേശിക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഹെഡ് പണിയണം, പിന്നെ അത് കഴിഞ്ഞുള്ളത് സിലിണ്ടർ പണിയണം. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കണ്ടോണം. ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു വണ്ടി, നിങ്ങളിത് ശ്രദ്ധിച്ച് വെച്ചോണം. ഒരാളിപ്പോൾ ഒരു വണ്ടി നിങ്ങൾക്ക് സെക്കൻഡ് നിങ്ങൾ എടുക്കുക, അപ്പം അയാൾ പറയും മോനെ ഇത് സിലിണ്ടർ പണിയുള്ളൂ 2000 രൂപ ആകത്തുള്ളൂ. നിങ്ങൾ അപ്പം മനസ്സിൽ കണ്ടോണം. ഇത് അഴിക്കുമ്പോൾ ഏതൊരു വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു എൻജിൻ പണിയാന്ന് പറഞ്ഞാലും ഒരു ടയറിൻ്റെ ബെയറിങ് എന്ന് പറഞ്ഞാലും വണ്ടിയുടെ ഏത് പണിയായാലും ഒരു സാധനം അഴിക്കുമ്പം ഇപ്പോൾ ഈ എൻജിൻ അഴിക്കുമ്പോഴത്തേന് പ്രോബ്ലി അത് സംഭവിച്ചേക്കാന്നേ ഉള്ളൂ. എന്നാലും ഞാനൊരു ചാൻസ് പറയാം. ഇതിപ്പോൾ ക്ലച്ച് കവർ അഴിക്കുക, ഓയിൽ മാറുമ്പോൾ നമ്മൾ സാധാരണ ക്ലച്ച് കവർ അഴിക്കത്തില്ല. ഓയിൽ മാറിയിട്ട് ഇതിനകത്തൊരു സ്റ്റെയിനർ വരും, സ്പ്ലെൻഡറിൻ്റെ ഒരു ചെറിയൊരു ക്ലിയർ സ്റ്റെയിനർ വരും. നമ്മൾ അത് സ്റ്റെയിനർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്ന ക്ലച്ച് വെല്ലിന് ഒരു ഷേക്കിങ് മെക്കാനിക്ക് പറയും. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും വരും. അപ്പോൾ ആരും പറഞ്ഞിട്ട് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പം നിങ്ങൾ കൂട്ടുകാർ പറയുന്നയോ അല്ലെങ്കിൽ വേറെ ആരും പറയുന്നോ, നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ ഗൈഡൻസ് എടുക്കണം. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിൻ്റെ നിന്ന് പ്രോപ്പർ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാവൂ. കാരണം എൻജിൻ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിയണമെങ്കിൽ ലോക്കലായിട്ടൊക്കെ പണിയാം 6000 രൂപ 7000 രൂപ, പക്ഷേ നല്ല രീതിയിൽ പണിയണമെങ്കിൽ 10000 രൂപയാവും. നിങ്ങളൊരു സ്പ്ലെൻഡർ ഇപ്പോൾ എടുക്കുമ്പോൾ എവിടെയെങ്കിലും പോയി നിങ്ങളിപ്പം എന്താ പറയുന്നത്, ഒരു സ്പ്ലെൻഡർ കണ്ടു, പെയിൻറ്റിങ് ക്വാളിറ്റി ഇവിടെ ഒരു റെഡ് കളർ ചേർത്ത് അടിച്ചു, ഇപ്പോൾ പറയും നിങ്ങൾ ക്യാൻഡി റെഡാ അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്പോട്ട് റെഡ് കളറിന് ഭയങ്കര ഡിമാൻഡുണ്ട്. റെഡ് കളറിന് ഡിമാൻഡുണ്ട്, അല്ലാതെ ഭയങ്കര എൻഹാൻസ് ചെയ്ത് പറയാൻ ഇത് കിട്ടാത്ത വണ്ടിയൊന്നുമല്ല. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ആരും ഇപ്പോൾ സ്പ്ലെൻഡർ എടുക്കാൻ പോകുന്നെങ്കിൽ എൻ്റെ സ്പ്ലെൻഡറാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ സ്പ്ലെൻഡറിനെ പറ്റി ഇപ്പം നിങ്ങളാരും പറയേണ്ട ഇനിയും സ്പ്ലെൻഡറിൻ്റെ കാര്യമല്ലോ ഇങ്ങനെയൊന്നും. പക്ഷേ കോമൺ ആയിട്ട് ഏത് വണ്ടിയാണെങ്കിലും നമ്മളെ കളറിൻ്റെ കാര്യമാണെങ്കിലും ടാങ്കിൻ്റെ കാര്യമാണെങ്കിലും എൻജിൻ്റെ കാര്യമാണെങ്കിലും മിക്ക വണ്ടികളും ഇതൊക്കെ കേസസ് തന്നെ. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുമ്പം നമ്മൾ സിലിണ്ടറിൻ്റെ അവിടെ മെയിൻ വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ക്രാക്ക് കാണും. ഈ സൈഡ് ഈ ഫിൻസ് എല്ലാം ശ്രദ്ധിക്കണം. മനസ്സിലായോ? മെനഞ്ഞാന്നത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഈ ഫിൻസിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു മൈന്യൂട്ട് ക്രാക്ക്, ഇവിടെ ഇതിൻ്റെ അകഭാഗത്ത് ഈ വാളിലൊരു മൈന്യൂട്ട് ക്രാക്ക്. ഈ ഒരു മൈന്യൂട്ട് ക്രാക്ക് വന്നാലും എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഓയിൽ ലീക്ക് വരാം, അല്ലെങ്കിൽ രണ്ടാമത് ഇറക്കി ബോർ ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കോസ്റ്റ്ലി, എൻജിൻ്റെ ഭാഗം എന്നുള്ളത് മിക്കതും കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഏതൊരു വണ്ടി എടുക്കാൻ എൻജിൻ എങ്ങനെ ഉണ്ട്, മെയിനായിട്ട് വണ്ടിക്ക് ഹാൻഡ്ലിങ് ഇഷ്യൂ ഉണ്ടോ, അതൊക്കെ. പിന്നെ അടുത്തത് നമുക്ക് വരുവാണെങ്കിൽ ഈ ക്ലച്ചിൻ്റെ ഭാഗം നോക്കാം. ക്ലച്ചിന് എങ്ങനെ ക്ലച്ച് മാറാറായോ, ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കിടക്കുമെന്ന് ഇപ്പം നമ്മൾ മിക്ക കാര്യങ്ങളും നിങ്ങൾ പൈസ നിങ്ങളുടെ ഇപ്പോൾ എപ്പോൾ ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാലും പൈസ നിങ്ങളുടെ. അപ്പം ആ രീതിക്ക് നിങ്ങൾ
നോക്കി പതുക്കെ എടുക്കണം. അല്ലാതെ ഇപ്പോൾ കുറച്ച് നമ്മുടെ ഈ കുറച്ച് ഫണ്ട് വരുമ്പം നമ്മൾ ആ രീതിയിൽ എടുക്കാൻ നിൽക്കല്. മനസ്സിലായോ? ഇതിപ്പോൾ കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ കണ്ടീഷൻ കണ്ടോ, ഇതിപ്പോൾ എല്ലാ വണ്ടികളിലും നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതാണ് സ്പ്ലെൻഡറിൻ്റെ CD യൂണിറ്റ്, ഇവിടെ ബാറ്ററി, ഇവിടെ പിന്നെ വയറിങ്ങിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങൾ, ഫ്യൂവൽ ഗേജിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം. ഇത് ഫ്യൂസൊന്നും അങ്ങനെ പോകാറേ ഇല്ല. ഫ്യൂസ് വയറിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ മാത്രമേ പോകത്തുള്ളൂ. ഞാനങ്ങനെ ഫ്യൂസ് പോയി കണ്ടിട്ടൊന്നുമില്ല ഇതുപോലെ വണ്ടികൾക്കൊന്നും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ എന്തോന്നും അറിയത്തില്ല, ഊരാൻ പറ്റുന്നില്ല. അപ്പം മെയിനായിട്ട് ഈ CD യൂണിറ്റ് ശ്രദ്ധിക്കണം. CD യൂണിറ്റ് വണ്ടി ഇപ്പം പക്കായിരിക്കും, കാർബറേറ്ററൊക്കെ എഞ്ചിനൊക്കെ പണിത് നിങ്ങൾ കിടിലനാക്കിയായിരിക്കും വണ്ടി വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഈ CD യൂണിറ്റിൻ്റെ ഇഷ്യൂസ്. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ചില സമയത്ത് ഈ വണ്ടി രാവിലെയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ടാകത്തില്ല. അപ്പോൾ എന്ത് വേണമെന്നറിയോ, ഈ CD യൂണിറ്റ് ഒന്ന് അഴിച്ചെടുക്കണം. CD യൂണിറ്റ് അഴിച്ചെടുത്ത് 4 തട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചെറുതായിട്ട്, ഇപ്പോൾ തട്ടെന്ന് പറഞ്ഞാൽ തട്ടിയൊന്നും പൊട്ടിച്ച് കളയല്ലേ, 4 തട്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഈ CD യൂണിറ്റ് ഒന്ന് വർക്കാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് CD യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. ബാറ്ററി ഒരു കോമൺ ഇഷ്യൂ ആക്കി എടുക്കണ്ട. ബാറ്ററിക്ക് വലിയ വില വരുന്നില്ല. ഇപ്പം ഏറ്റവും ഒരു ബേസിക് ലെവൽ ബാറ്ററി അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു 1100 രൂപയ്ക്കേ വരത്തുള്ളൂ. അപ്പോൾ ഈ സെഗ്മെൻറ്റ് കഴിഞ്ഞു. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരണം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഈ ഗിയറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഗിയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതൊരു യൂറോ 1 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അപ്പം ഇതിൽ ഈ ഒരു ഇവിടെ ഒരു വാൽവ് ഒന്നും കാണത്തില്ല. ഒരു വാൽവ്, ഒരു സെറ്റപ്പ് ഉണ്ട്, പൊല്യൂഷൻ്റെ സായി സിസ്റ്റം എന്ന് പറഞ്ഞൊരു പൊല്യൂഷൻ്റെ സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ കാണത്തില്ല. അപ്പം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇതിൽ. പിന്നുള്ളത് കാർബറേറ്ററൊക്കെയാണ്. കാർബറേറ്ററിൻ്റെ മെയിൻ കാര്യം കാർബറേറ്ററാണ്. ഇപ്പോൾ വണ്ടി എത്ര കണ്ടീഷനാണെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാർബറേറ്ററിൽ നിന്നൊരു ഓവർഫ്ലോ, ഏറ്റവും കുറഞ്ഞ മൈന്യൂട്ട് ലെവലിൽ ഒരു ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ ലോങ് പോകുന്നവനായിരിക്കും. ലോങ് പോകുമ്പോൾ എനിക്കൊരു 3 വർഷം മുമ്പ് എനിക്കിതുപോലൊരു സംഭവം ഉണ്ടായി. ഞാൻ തമിഴ്നാട്ടിൽ ലോങ് പോവുക. ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ പോയി സ്പ്ലെൻഡറൊക്കെ പണിഞ്ഞ് വണ്ടിയൊക്കെ തലേന്ന് ഓയിലൊക്കെ മാറി എല്ലാം കറക്റ്റാക്കി വെച്ചേക്കുക. ഈ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പെട്രോളിൻ്റെ മണം എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല, വേറെ ഏതെങ്കിലും വണ്ടികളിൽ നിന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ ശ്രദ്ധിച്ച്. പിന്നെ ഒരിടത്ത് വെച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പെട്രോൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സർവ്വ കോൺഫിഡൻസും പോയി. അപ്പോൾ അതുപോലെ കാർബറേറ്റർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. കാർബറേറ്ററിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററിൽ നിന്ന് ഓവർഫ്ലോ വരാം, പഴയ വണ്ടിയാണ്, അപ്പോൾ കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നമുക്ക് പുതിയത് ഹീറോയുടെ ഒറിജിനൽ സാധനം കിട്ടും. അതിന് 2500 സംതിങ് ആണ് വില വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ മെക്കാനിക്ക് പറയും ആക്രിക്കടയിൽ പോയി സെക്കൻഡ് എടുത്തിടാം ഇതൊക്കെയെന്ന് പറയും. കാർബറേറ്റർ എന്തെങ്കിലും മേജർ ഇഷ്യൂ കാണിക്കുവാണെങ്കിൽ, ഇപ്പോൾ ചെറിയ ഇഷ്യൂ നീഡിൽ ഫ്ലോട്ട് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. മേജർ ഇഷ്യൂ കാണിക്കുവാണെങ്കിൽ കാർബറേറ്റർ നമ്മൾ മാറി പുതിയത് വെക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ആ ഒരു ലോങ് ലാസ്റ്റിങ് ലൈഫും കറക്റ്റ് നമുക്ക് കിട്ടും. മൈലേജ് പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്യാൻ അറിയാവുന്നൊരു മെക്കാനിക്കാണെങ്കിൽ നല്ല മൈലേജും കിട്ടും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, ഈ പോയിൻറ്റുകളൊക്കെ നാളെ നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുമ്പം ഇത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് അറിയാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യണം. എങ്ങനെ ഇതാരാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നാളെ ഒരു ഡീലറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളിതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചോദിക്കും അവരോട്, അപ്പോൾ ഇവൻ എവിടുന്നോ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടി, അല്ലെങ്കിൽ എവിടുന്നോ ആരോ പറഞ്ഞു കൊടുത്ത് ഇവനെ വിട്ടയാ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പതുക്കെ സൈലൻ്റായിട്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും അറിയാവുന്ന പോലെ പോയി ഒരിടത്തോ ഒരു ഡീലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്നിടത്തോ പോയി അറിയാവുന്ന ഒരാളിനെ പോയി ചേട്ടാ ഇതിൻ്റെ ഹാൻഡിൽ എന്തോ ചേട്ടാ വളഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ബ്രേക്ക് പെഡൽ എന്തോ ചേട്ടാ മുറുകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നട്ട് ഇതല്ലല്ലോ ചേട്ടാ, അങ്ങനെ ഒരിക്കലും പറയാൻ പോകല്ലേ. നിങ്ങൾ പോയിട്ട് വണ്ടിയെല്ലാം നിന്ന് സൈലൻ്റായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കണം പ്രോപ്പറായിട്ട് വണ്ടിക്ക് എവിടെയൊക്കെയുണ്ട് മിസ്റ്റേക്ക്, ഇവിടെ മേജർ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ കറക്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളതിനെപ്പറ്റി ഓണറിനെ ധരിപ്പിക്കണം. ഓണറിനെ ധരിപ്പിച്ചിട്ട് വേണം പതുക്കെ അങ്ങനെ ധരിപ്പിക്കുക വേണം ചെയ്യാൻ. അല്ലാതെ ഓണറിനെ കൊണ്ട് ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിൽ 25,000 രൂപ വണ്ടിക്ക് 25,000 കാണും. നിങ്ങൾ ഒരിക്കലും വില പറയാൻ നിൽക്കല്ലേ. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. ഇപ്പം എൻ്റെ അളിയൻ്റെ ഒരു ബുള്ളറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്
അളിയനാണ് അതിൻ്റെ ഓണർ. അപ്പോൾ അളിയൻ്റെ വില പറയേണ്ടത്. നിങ്ങൾ ഈ 27 ചേട്ടാ ഞങ്ങൾ 27 തന്നേക്കാം, ഓക്കെ വണ്ടി ഞാൻ കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോകല്ല. അളിയനോട് ഇപ്പം ഓണർ ആരാന്നോ, ഇപ്പോൾ അളിയനാണെങ്കിൽ അളിയനോട്, അല്ലെങ്കിൽ ഓണർ ആരാന്നോ ഓണറിനോട് ചോദിക്കുക, ഇതുപോലെ ചേട്ടാ നിങ്ങളുടെ സാധനത്തെ നിങ്ങൾ എന്ത് വിലയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഫസ്റ്റ് നിങ്ങൾ വില. ഇപ്പോൾ 25,000 രൂപയുടെ ഒരു വണ്ടിക്ക് എന്താ, ഇപ്പോൾ 23,000 രൂപ ഓണർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് പറയണ്ടേ, ചേട്ടാ 23,000 രൂപ ഓക്കെ, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, 23,000 രൂപ ഞങ്ങൾ തരാം. പക്ഷേ എന്താണ് ഇന്ന പോലെ മിസ്റ്റേക്കുകളുണ്ട് ചേട്ടാ, പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്ത് ചേട്ടൻ തരുവാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ വില തരാം. അപ്പം ഇതിപ്പോൾ എന്തോ ആയാലും വണ്ടി കൊടുക്കാനുള്ള ഒരാൾ ഇത് ക്ലിയർ ചെയ്താൽ ഉദ്ദേശിക്കത്തില്ല. അപ്പം പണ്ട് തൊട്ടേ ഉള്ള വണ്ടി എടുക്കാൻ പോകുന്നതുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ടയർ പഞ്ചറായിരിക്കുന്നു, ഇവിടെ ഈ ടയർ കീറിയിരിക്കുന്നു, ഇവിടെ ഒരഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 25,000 രൂപയുടെ ബൈക്കിലൊരു 100 കംപ്ലൈൻ്റൊക്കെ എടുത്ത് കാണിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും സമ്മതിക്കത്തില്ല. മേജറായിട്ടുള്ള 4-5 കംപ്ലൈൻറ്റുകളോ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പുള്ളിയായിട്ട് പറയണം. അല്ല ഒരു ചീപ്പ് ബാർഗെയിനിങ് 25,000 രൂപയുടെ സാധനം 5,000 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് പോവുക, അതൊക്കെ ഇവിടെ നടക്കത്തില്ല. അതൊക്കെ ചന്തയിൽ ആപ്ലിക്കബിൾ ആവും, ഇവിടെ നടക്കത്തില്ല. ചന്തയിൽ ആപ്ലിക്കബിൾ ആവും, ഇവിടെ നടക്കത്തില്ല. അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ, നമ്മളെവിടെ നിർത്തിയത്, നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗത്താണ് നിർത്തിയത്. അപ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരേണ്ടത് ഗിയർ. ഇതാണ് ക്ലച്ച് കേസ് അല്ല, സോറി, ഇതാണ് ചെയിൻ ബോക്സ്. അതിൻ്റെ ഒരു ചെയിൻ്റെ ഒരു ചെറിയ വീലൊക്കെ ഇടുന്ന ഭാഗം ഇതാണ്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഇളക്കി നോക്കാൻ ഇതാവത്തില്ല. ചില വണ്ടികൾക്ക് ഗിയർ ഷാഫ്റ്റിൻ്റെ മില്ലിങ്ങും കാര്യങ്ങളൊക്കെ പോയി കാണും ചില വണ്ടികൾക്ക്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും അല്ല, ചില വണ്ടികൾക്ക്. അതിന് നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാവും. വണ്ടി അത്യാവശ്യം നിങ്ങൾ നല്ലപോലെ ഓടിച്ച് നോക്കണം. കയറ്റത്ത് ഗിയർ ഡൗൺ ചെയ്ത് ഓടിച്ച് നോക്കണം, ഗിയർ മാറിയും ഓടിച്ച് നോക്കണം. അപ്പോൾ കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗിയറിനകത്ത് വല്ല സ്ലിപ്പിംഗ് ഉണ്ടോ, ഇതിനകത്ത് വല്ല പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് പ്രോപ്പർ വലിവ് ചെക്ക് ചെയ്യണം. വണ്ടി എപ്പോഴും എടുക്കുമ്പം വണ്ടിയുടെ പ്രോപ്പർ വലിവ് ചെക്ക് ചെയ്യണം. കയറ്റം കറക്റ്റ് വലിക്കുന്നുണ്ടോ, കറക്റ്റ് കാര്യങ്ങൾ വർക്കാവുന്നുണ്ടോ, കാരണം മിസ്സിങ് വല്ലതും ഉണ്ടോ, എല്ലാം കറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് ഓടിച്ച് തന്നെ നോക്കണം. നിങ്ങൾ ഒരിക്കലും, ഞാൻ വീണ്ടും പറയുക, നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും ആവേശം കാണിക്കല്ല്. ചിലപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടായിരിക്കും,